പശ്ചിമ ബംഗാളിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് മാതങ്കിനി ഹസ്ര ജനിച്ചത്. അടിസ്ഥാന വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ല. സ്ത്രീധനം നൽകാൻ സാധിക്കാത്തതിനാൽ 12 വയസ്സിൽ മാതങ്കിനിക്ക് ഒരു 60-കാരനെ വിവാഹം കഴിക്കേണ്ടി വന്നു. 18 വയസ്സിൽ ഭർത്താവ് മരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മാതങ്കിനി ഹസ്ര സാമൂഹിക വിഷയങ്ങളിൽ സജീവമാകുന്നത്. മാതങ്കിനി ഗാന്ധിയൻ ആദർശങ്ങളിൽ ആകൃഷ്ടയായി. ഗാന്ധിയോടുള്ള ആരാധന കാരണം മാതങ്കിനിയെ നാട്ടിലാളുകൾ ഗാന്ധിപുരി എന്നായിരുന്നു വിളിച്ചത്. 1930 ഗാന്ധി പ്രഖ്യാപിച്ച സിവിൽ നിയമലംഘന സമരത്തിൽ പങ്കെടുത്തതിന് മാതങ്കിനി അറസ്റ്റിലായി. അതിനുശേഷം സജീവ കോൺഗ്രസ് പ്രവർത്തകയായി. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് തംലൂക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചായിരുന്നു മാതങ്കിനിയുടെ ജീവനെടുത്ത പോരാട്ടം. 6000 പേർ അണിനിരന്ന ആ വലിയ പ്രകടനത്തിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. പോലീസ് തോക്കുയർത്തിയപ്പോൾ മാതങ്കിനി മുന്നിൽ കയറി നിന്നു. പോയിന്റ് ബ്ലാങ്കിൽ 3 തവണ പോലീസ് മാതങ്കിനിക്കു നേരെ വെടിയുതിർത്തു. വെടിയേറ്റ് മരണത്തിന് കീഴടങ്ങുന്നതിന് തൊട്ടുമുമ്പ് വന്ദേ മാതരം എന്ന സ്വാതന്ത്ര്യ സമര മുദ്രാവാക്യം ഉറക്കെ വിളിച്ച് മാതങ്കിനി മുന്നോട്ട് തന്നെ നടന്നു. ഒടുവിൽ ആ പോരാളി രക്തസാക്ഷിത്വം വരിച്ചു.